തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാർച്ച് ആദ്യ വാരം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നുവെന്നല്ല, സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യുന്നതിലേക്ക് കൂടി കടന്നിരിക്കുന്നു. കേരളത്തിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി CPM അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം ഒരു ധാരണ CPIയും CPM ഒക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് MP മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. BJP 2 ദിവസത്തിനുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെ പകുതിയോളം, ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികൾക്ക് ഒരു ഫിക്സേഷൻ, ഒരു സാധ്യതാ പട്ടികയല്ല, അത് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ അറിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് 3 മുന്നണികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ 3 പാർട്ടികളെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കേരളത്തിൻ്റെ 3 പാർട്ടികൾക്ക്. CPMനെ സംബന്ധിച്ച് ഇതവർക്ക് ഒരു ജീവൻ മര പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കുറയുകയോ തോൽക്കുകയോ ചെയ്താൽ ദേശീയ പദവി എന്നത് ഇനി സ്വപ്നം മാത്രമായിരിക്കും. പ്രാദേശിക പാർട്ടിയായി എന്നെന്നും കേരളത്തിൽ ഒതുങ്ങേണ്ടി വരും. കാരണം ഒരു കാലത്ത് അവർ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇപ്പോഴവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം അകന്നുപോയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ചെങ്കൊടി കാണാൻ വളരെ പാടാണ്. ഒരു കാലത്ത് ചെങ്കൊടി പാറിയ മണ്ണുകളെല്ലാം ഇന്ന് BJPയുടെ കാവിക്കൊടി പാറുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു നില പരിശോധിച്ചാൽ CPM സഖാക്കളാരാണ്, സംഘികളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. സഖാക്കളുടെ പല നേതാക്കന്മാരുടെയും ചരമദിനവും ജന്മദിനവും ഒക്കെ നിയമസഭയിൽ ഇന്ന് ആചരിക്കുന്നത് BJP MLAമാരാണ്. കാരണം മരുന്നിന് പോലും അവിടെ CPM നിയമസഭയിലില്ല. ഏതാണ്ട് CPMന് പശ്ചിമ ബംഗാൾ ഇനി പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇനി അവിടെ നടക്കുന്ന പോരാട്ടം BJPയും തൃണമൂലും തമ്മിലാണ്. അതായത് തൃണമൂലിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അധികാരം പിടിക്കുവാൻ BJP നടത്തുന്ന നീക്കം ചെറുതല്ല. ത്രിപുരയിലും CPMന് വലിയ സ്വപ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നീട് ആകെ അവശേഷിക്കുന്നത് കേരളമാണ്. ഇവിടെ നിന്ന് 3-4 സീറ്റുകൾ നേടിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഈ സ്റ്റാലിൻ്റെ ഒരു ദയയിൽ തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റുണ്ട്, അത് ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ കേരളത്തിൽ നിന്ന് സീറ്റ് നേടിയില്ല എങ്കിൽ ദേശീയ പദവി എന്നുള്ളത് വളരെ വിദൂരമായ ഒരു സ്വപ്നമാകും. കാരണം ഇപ്പോൾ തന്നെ ദേശീയ പദവി എന്നത് നിലനിർത്തുന്നത് വെറും സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒരു നൂൽപ്പാലത്തിൽ കൂടെയാണ് CPMൻ്റെ യാത്ര. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ആകെ പ്രതീക്ഷയുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന, അല്ലെങ്കിൽ അവർ ശക്തമായി നിന്ന് പോരാടുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളവും മറ്റൊന്ന് കർണാടകയുമാണ്. പിന്നുള്ളത് തെലങ്കാനയാണ്. ഈ 3 സ്ഥലത്തു നിന്നും അവർക്ക് പരമാവധി സീറ്റുകൾ നേടിയേ മതിയാകൂ. മറ്റുള്ളിടത്തൊക്കെ അവരൊരു ജൂനിയർ കക്ഷി മാത്രമാണ്. തമിഴ്നാട്ടിലും മറ്റുമൊക്കെ സ്റ്റാലിൻ്റെ മുന്നണിയിലെ ഒരു ചെറിയ കക്ഷി മാത്രമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് കേരളത്തിൽ ശക്തി തെളിയിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അവരുടെ മുമ്പിൽ, ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ ജയിച്ച് കയറിയേ പറ്റൂ. 2 ടേമായി ഭരണമില്ല, വീട്ടിലിരിപ്പാണ്. ഇതോടുകൂടി മുന്നണിയിൽ തന്നെ അസ്വസ്ഥത പടരുകയാണ്. ലീഗ് ഉൾപ്പെടെയുള്ളവർ മുന്നണി ഏത് നിമിഷവും വിടുമെന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നു. കോൺഗ്രസിന് ഒരു മടങ്ങിവരവ് അനിവാര്യമാകണമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ കരുത്ത് അറിയിച്ചേ പറ്റൂ. BJP സംബന്ധിച്ചും അത്ര സുഖകരമല്ല കേരളത്തിലെ പോക്ക്. അവരെ സംബന്ധിച്ച് വോട്ട് വിഹിതം ഉയർത്തിയാൽ പോരാ. കാലാകാലങ്ങളായി വോട്ട് വിഹിതത്തിൻ്റെ ശതമാനം പറഞ്ഞ് നേതാക്കളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുന്ന തിരക്കിലായിരുന്നു BJP എങ്കിൽ ഇത്തവണ അത് നടക്കില്ല. ഒരു സീറ്റെങ്കിലും നേടിയിരിക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ കർശനമായ നിർദ്ദേശം. വോട്ട് വിഹിതം ഉയർത്തുകയും വേണം. BJP ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല എങ്കിൽ പോലും കേരളത്തിൽ BJPക്ക് വോട്ട് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ അടുത്ത കാലത്ത് നടന്നൊരു സർവേയിൽ നരേന്ദ്രമോദിക്ക് 35% പിന്തുണ കേരളത്തിൽ നിന്ന് ലഭിച്ചു. അതിനർത്ഥം കേരളത്തിലെ BJP പണിയെടുത്താലും ഇല്ലെങ്കിലും 1% മുതൽ 2% വരെ വരുന്ന ജനങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യും. കേരളത്തിലെ BJPക്കല്ല, നരേന്ദ്രമോദിക്ക്. ആ വോട്ടുകൾ BJPക്ക് സ്വാഭാവികമായി വന്നു ചേരുന്ന വോട്ടാണ്. അല്പം പണിയെടുത്താൽ പല മണ്ഡലങ്ങളിലും വോട്ടിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയും, നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. BJP തന്നെ 5 മണ്ഡലങ്ങളാണ് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുൻപോട്ട് പോകും. നമുക്ക് ഏകദേശം ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ ഒരു ചെറിയ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സ്ഥാനാർത്ഥികളെ വെച്ച് എങ്ങനെയായിരിക്കും മണ്ഡലങ്ങൾ മുൻപോട്ട് പോവുക എന്ന് നോക്കിയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ അജയനായ സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കുന്നു. എതിരാളികൾ ആരെ എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു. BJPക്ക് അല്പമെങ്കിലും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ പോലൊരു നേതാവിനെ കൊണ്ടിറക്കിയാൽ അല്പമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ കഴിയും. കാരണം തരൂർ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ ഒരു ഫൈറ്റിന് സാധ്യതയുണ്ട്. പക്ഷേ ജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തേക്കാൾ കുറച്ചുകൂടെ സാധ്യത കൂടുതലുള്ള സ്ഥലം ആറ്റിങ്ങൽ തന്നെയാണ്. അവിടെ V മുരളീധരനാണ് BJPയുടെ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. അവിടെ അങ്ങനെയെങ്കിൽ മത്സരിക്കുന്ന അടൂർ പ്രകാശാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്. CPMന് ആരാണ് എന്ന് ഫിക്സ് ആയിട്ടില്ല. കടകംപള്ളിയുടെ പേര് മറ്റുമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ പ്രശാന്ത് വരുമെന്ന് പറയുന്നു. മുൻ മേയർ പ്രശാന്ത് അവിടെ മത്സരിക്കും. മട്ടിയൂർക്കാവിൽ MLA ആണ്, അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ പല പേരുകൾ ഉയർന്നു വരുന്നു. പക്ഷേ അവിടെ V മുരളീധരന് വലിയ സാധ്യതയുണ്ട്. കാരണം BJP കാലാകാലങ്ങളായി വോട്ട് ശതമാനം ഉയർത്തുന്ന ഒരു മണ്ഡലമാണ്.
മുരളീധരൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ജയിച്ചു വന്നാൽ മന്ത്രി, ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാകും. ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ഈ ഒരു മന്ത്രി എന്ന നിലയിൽ ഇല്ലെങ്കിൽ ഒരു ഗ്ലാമർ പരിവേഷമുണ്ട്. കാരണം അടുത്ത തവണ വരുന്നത് BJP സർക്കാരാണ് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മോദി സർക്കാരാണ്. ആ മോദി സർക്കാരിലേക്ക് ഒരു മന്ത്രി അയക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രചരണത്തിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ആറ്റിങ്ങിൽ തിരുവനന്തപുരത്തിനോടൊപ്പം നിൽക്കുന്ന വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ കഴിയുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങിൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് കൊല്ലത്തേക്കാണ് വരുന്നത്. അവിടെ പ്രേമേന്ദ്രൻ അങ്ങനെ നിൽക്കുന്നു. എതിരാളികൾ ആരായാലും പ്രേമേന്ദ്രൻ ഒരു വിഷയമേ ആകുന്നില്ല. പിന്നുള്ളത് പത്തനംതിട്ടയാണ് BJP പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു മണ്ഡലം. പത്തനംതിട്ടയിൽ PC ജോർജ് മകൻ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പേര് ഉയർന്നു കേൾക്കുന്നു. ഒരുപക്ഷെ ഷോൺ ജോർജിനെ പത്തനംതിട്ടയിൽ BJP പരിഗണിച്ചാൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. ഷോൺ ജോർജ് ജയിക്കുമെന്നല്ല അതിനർത്ഥം. ഭാവിയിലേക്ക് ആ ചെറുപ്പക്കാരനെ പലതിലും ഉപയോഗിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇല്ലെങ്കിൽ പാർലമെൻറ്റ് സീറ്റിലേക്ക് വീണ്ടും മത്സരിപ്പിക്കാൻ കഴിയും. ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠം ഇല്ലെങ്കിൽ ഒരു ചെറിയ ട്രയൽ റണ്ണായി മാത്രം ഈ തെരഞ്ഞെടുപ്പിന് ഷോൺ ജോർജിന് കൊടുത്താൽ മതിയാകും. ആലപ്പുഴയിൽ BJP ലിഷ രഞ്ജിത്തിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ അതൊരു വലിയ തീരുമാനം തന്നെയായിരിക്കും. ആലപ്പുഴയിൽ BJPക്ക് അത് വലിയ ഗുണം ചെയ്തില്ല എങ്കിൽ പോലും ദേശീയ തലത്തിൽ BJPക്ക് അത് നൽകുന്ന മൈലേജ് ചെറുതല്ല. കാരണം ഭീകരവാദികൾ വേട്ടയാടി കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ മത്സരിക്കുന്നു എന്നുള്ളത് ഈ അതായത് ഇസ്ലാമിക ഭീകരതയെ വാളെടുത്തിരിക്കുന്ന BJPക്ക് അതൊരു വലിയ മൈലേജ് മറ്റ് സംസ്ഥാനങ്ങളിൽ നൽകും. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ആ സ്ഥാനാർത്ഥിത്വം BJPക്ക് നൽകുന്ന നേട്ടം ചെറുതാകില്ല. ഇനി എറണാകുളത്തേക്ക് പോയാൽ വലിയ പ്രതീക്ഷ BJPക്ക് ഇല്ല. ഹൈബി ഈഡന് തന്നെ മുൻതൂക്കമെന്ന് പറയേണ്ടി വരും. പിന്നെയും BJP കോട്ട് ഉയർത്താൻ പറ്റുന്നൊരു മണ്ഡലം ചാലക്കുടിയാണ്. അവിടെ അനിൽ ആൻ്റണി എത്തുകയാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലമായ തൃശ്ശൂരും അതിൻ്റെ ഒരു അലയിലുണ്ടാകും. രണ്ടിടത്തും ഒരു നല്ല രീതിയിലുള്ള ഓളം ഉണ്ടാക്കാൻ BJPക്ക് കഴിയും. ആ ഓളത്തിലൂടെ BJP കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന തൃശ്ശൂരിൽ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനും അതുകൊണ്ട് ഉതകിയേക്കും. മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം പാലക്കാടാണ്. അവിടെ C. കൃഷ്ണകുമാറിൻ്റെ പേരാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. നല്ല സംഘാടകനാണ്. പാർട്ടി അണികളുമായി നല്ല ബന്ധമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുൻപ് BJPയുടെ കൊത്തളമായ കാസർഗോഡ് എന്താകുമെന്ന് അറിയില്ല. ഏതായാലും വോട്ട് കുറയാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്ങനെ നോക്കിയാലും കേരളത്തിൽ കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ച വോട്ടിങ്ങിനേക്കാൾ കുറച്ചുകൂടി വോട്ടിംഗ് ശതമാനം ഓട്ടോമാറ്റിക്കായി കൂടും. അത് ഈ കേന്ദ്രഭരണത്തോടുള്ള ജനങ്ങൾക്കുള്ള ആ ഒരു സന്തോഷം ഇല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു പിന്തുണ അവരത് BJPയുടെ ഏത് സ്ഥാനാർത്ഥിയിൽ നിന്നാലും BJPക്കാർ പ്രവർത്തിച്ചില്ലെങ്കിലും അവർ ആ വോട്ട് ചെയ്തിരിക്കും. അത് നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്. ആ വോട്ട് ലഭിക്കും. കഠിനമായി BJPക്കാർ വർക്ക് ചെയ്താൽ പല മണ്ഡലങ്ങളിലും അവർക്ക് ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് മുതലെടുത്ത് ഗോളടിക്കേണ്ടത് BJPയാണ്. ജനങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾക്ക് എന്തും നൽകാൻ വോട്ട് ചെയ്യാൻ ജനം തയ്യാറായി നിൽക്കുന്നു. വോട്ട് വാങ്ങാൻ നിങ്ങൾ ചെല്ലണമെന്ന് മാത്രം. നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ BJPക്ക് വലിയ പ്രതീക്ഷ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിൻ്റെ ഒരു പ്രതിഫലനം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുകയും ചെയ്യും. അതായത് എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിഞ്ഞ് കഴിക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ പാഠമാക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടില്ല, അപൂർണമാണ്. ആ ഒരു രീതിയിൽ നിന്ന് നമ്മളതിനെ വിലയിരുത്തുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് BJPക്ക് ശക്തമായി ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂരാണ്. കോൺഗ്രസ് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. CPMനും ഒരുപക്ഷെ 2-3 സീറ്റ് കിട്ടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് ന്യൂസിനെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.